എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഹരീഷ് എം പി, സിവിൽ എഞ്ചിനീയറാണ്. കഴിഞ്ഞ 19 വർഷമായിട്ട് ബിൽഡിംഗ് നിർമ്മാണ രംഗത്ത്, വീട് നിർമ്മാണ രംഗത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും വീട് പണിയാനായിട്ട് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകുന്നു. അതിനുശേഷം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ വീടിന് വേണ്ട ഒരു പ്ലാൻ എങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്. അപ്പം ഈ പ്ലാൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഏത് തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളാണെന്നുള്ളത് സ്വയം തിരിച്ചറിയുക. ഉദാഹരണത്തിന്, നമ്മൾ അതിഭയങ്കരമായ ദൈവവിശ്വാസി, എല്ലാം അമ്പലവാസിയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണെങ്കിൽ എല്ലാം തിരുമേനിമാരോടൊക്കെ ചോദിക്കുന്നു, അല്ലെങ്കിൽ ജ്യോതിഷന്മാരോട് ചോദിച്ചു ഉപദേശം കേറിയതിനു ശേഷം മാത്രമേ ചെയ്യത്തുള്ളൂ, എല്ലാം ഒരു അങ്ങനെ തികഞ്ഞ ഒരു വിശ്വാസി. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാം അങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതാത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റൂൾസിനെ നമ്മൾ കേന്ദ്രീകരിച്ച് പോകുക എന്നുള്ളതാണ്. അത് കേന്ദ്രീകരിച്ച് പോയില്ലെങ്കിൽ അതിനകത്ത് പിന്നെ ഉണ്ടാകുന്ന വിഷയം ഇതിന്റെ ബാക്കി ഞാൻ പറയാം, ലാസ്റ്റിലത്തേക്ക് ഞാൻ പറയാം. അപ്പം രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം വിശ്വാസമൊക്കെയാണ്, ദൈവവിശ്വാസമൊക്കെയാണ്, എന്നാൽ യുക്തിപരമായിട്ട് ഒരു 50% യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമാണ്. അങ്ങനെ ഉള്ളൊരു ആളാണോ എന്ന് സ്വയം തിരിച്ചറിയുക. ഇനി മൂന്നാമത്തെ, നമ്മൾ പൂർണ്ണമായിട്ടും യുക്തിവാദിയാണോ, അല്ലെങ്കിൽ ഇതിനൊന്നും വിശ്വാസമില്ല, നമ്മൾ എല്ലാം യുക്തിപരമായ രീതിയിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, അങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. ഇതിന് ശേഷമാണ് നമ്മൾ ഏത് തരത്തിലുള്ള പ്ലാനിലേക്ക് പോകുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രേഡിലുള്ള ആളാണെങ്കിൽ, ഒരു അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതാണെങ്കിൽ, നമ്മൾ ഉറപ്പായിട്ടും ഒരു വാസ്തു വിദഗ്ധനെ കാണുക. ഇനി ഞാൻ പറഞ്ഞ ഒരു ക്രിസ്തുമത വിശ്വാസിയോ ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം അവരുടെ റൂൾസ്, അല്ലെങ്കിൽ അതാത് കാര്യങ്ങൾ പറയുന്ന റൂൾസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു സിവിൽ എഞ്ചിനീയറെ കണ്ടുകൊണ്ട് പ്ലാൻ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിനകത്തൊരു കാര്യമുണ്ട്, അവർ പറയുന്ന കാര്യങ്ങളും സിവിൽ എഞ്ചിനീയർ പറയുന്ന കാര്യങ്ങളും പരസ്പരം മിങ്കിൾ ചെയ്യണം. ഈ രണ്ട് ആൾക്കാരും പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ മിങ്കിൾ ചെയ്തുകൊണ്ട് നല്ലൊരു ഡിസൈനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഈ രണ്ടാമത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ, ഈ പറഞ്ഞ നമ്മുടെ വിശ്വാസപരമായ കുറച്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട്, ഇപ്പം വാസ്തു പറയുകയാണെന്നുണ്ടെങ്കിൽ റൂംസിന്റെ കണക്കുകൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ റൂമിന്റെ സ്ഥാനങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ മിറ്റ് എവിടെ ആയിരിക്കണം, ബിൽഡിങ്ങിന്റെ സ്ഥാനം, നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് ബിൽഡിങ്ങിന്റെ സ്ഥാനം എവിടെയാണ്, കിണറിന്റെ സ്ഥാനം എവിടെയാണ്, ഇതൊക്കെ കൂടുതലും നമ്മൾ വലിയ പ്രശ്നമില്ലാതെ പോകുന്ന സംഗതികളാണ് അത്യാവശ്യം ഒരു മിനിമം പ്ലോട്ടുള്ള ആൾക്കാർക്ക്. എന്നാൽ തീരെ കുഞ്ഞു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ അതിനും വാസ്തുപ്രകാരമായി ചെറിയ രീതിയിൽ വീടിനുള്ള കാര്യങ്ങൾ കണക്കുകൾ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കണക്കുകളിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, വേണ്ടത് കൂടുതൽ രീതിയിൽ പോകാതെ അവർ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഒരു സിവിൽ എഞ്ചിനീയറുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ വാസ്തു റൂളും സിവിൽ എഞ്ചിനീയറിനോട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും യുക്തിപരമാണ്, അല്ലെ പ്രാക്ടിക്കലാണ്. അങ്ങനെയുള്ളവർ നല്ലൊരു സിവിൽ എഞ്ചിനീയറെ കണ്ട് നമ്മൾ പ്ലാൻ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത്, ഇപ്പൊ ആദ്യം പറഞ്ഞ ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാരുണ്ട്, അതായത് അതിഭയങ്കരമായ രീതിയിൽ വാസ്തു അല്ലെങ്കിൽ നോക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം വീട് പണിയതിനു ശേഷം അതിനകത്ത് താമസിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ വാസ്തു നോക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വാസ്തുപ്രകാരമുള്ള കണക്ക് ശരിയല്ല, അല്ലെങ്കിൽ മതവിശ്വാസിയോ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ അന്ന് ഉസ്താദ് പറഞ്ഞത് കേട്ടില്ല, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല എന്ന രീതിയിലേക്ക് നമ്മൾ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും നമുക്ക് റീതിങ്ക് ചെയ്യും, എപ്പോഴും നമുക്ക് ആ വീടിനോട് നമുക്ക് ഇപ്പോഴും ദേഷ്യം ഉണ്ടാകുകയും നമുക്ക് ഒരിക്കലും സ്വസ്ഥമായിട്ട് അതിനകത്ത് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. എന്നാൽ മിഡിലുള്ള ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായാലും അവരത് ഇതൊക്കെ വരാനുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളാണ്, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, കുറച്ച് ഇതുപോലെ അമ്പലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസമായിട്ടൊക്കെ കൂട്ടിക്കലർത്തി അതിനുള്ള പരിഹാരം കണ്ട് അവർ പോകാന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ അവർ അതിൽ കൂലങ്കൽഷമായിട്ട് ചിന്തിക്കാറില്ല. അടുത്ത കൂട്ടർ ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് വരുന്നതാണ്, ഇതിനെ നമ്മൾ അതിജീവിക്കും എന്ന രീതിയിൽ പോകും. അപ്പം ഇതാണ് ഈ 3 മൈൻഡിലുള്ള ആൾക്കാരുടെ വ്യത്യാസം. അപ്പം നമ്മൾ ഇതിൽ ഏത് മൈൻഡിലുള്ള ആളാണോ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ ശേഷം ആ രീതിയിൽ കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ അല്ലെങ്കിൽ ഡിസൈൻ തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പ്ലാൻ വരയ്ക്കാനായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് 1 രൂപ മുതൽ, സ്ക്വയർ ഫീറ്റിന് 1.5 രൂപ മുതൽ, സ്ക്വയർ ഫീറ്റ് 2 രൂപ മുതൽ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അതായത് കഴിഞ്ഞ ഒരു 19 വർഷമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ആളെന്നുള്ളതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നമ്മൾ ഓരോ പ്ലാൻ വരയ്ക്കുമ്പോഴും, അതായത് നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളിനെ കൊണ്ട് തന്നെ നമ്മൾ വരപ്പിക്കുക.
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഒരു 19 വർഷം മുമ്പ് ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു പ്ലാൻ വരയ്ക്കുന്നത്, ഞാനൊരു ഓഫീസിൽ ഡ്രാഫ്റ്റ്സ്മാനായിട്ടും സൈറ്റ് എഞ്ചിനീയറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പല മിസ്റ്റേക്കുകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ എന്നോട് ഒരു 2-3 പ്ലാനുകളൊക്കെ ഞാൻ എൻ്റെ മുതിർന്ന എഞ്ചിനീയേഴ്സ് വരയ്ക്കുന്നത് നോക്കി ഞാൻ അവരുടെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്തതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോപ്പർട്ടിക്ക് പറ്റിയൊരു പ്ലാൻ തയ്യാറാക്കും. എന്നിട്ട് എനിക്കൊരു അസൈൻമെന്റ് തന്നപ്പോൾ ഞാൻ ആ പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം അതിനകത്ത് എനിക്കപ്പോൾ ഏകദേശം 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആ കമ്പനിയിൽ തന്നെ. അപ്പം എങ്കിലും ആ മുതിർന്ന എഞ്ചിനീയറിന്റെ മേൽനോട്ടത്തിൽ ഞാനത് ഒരു അസൈൻമെന്റ് എനിക്ക് കിട്ടി. ഞാൻ അത് വെച്ചൊരു പ്ലാൻ തയ്യാറാക്കി. പക്ഷെ ആ പ്ലാനിൽ പല കറക്ഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി മേജർ കറക്ഷൻ എങ്കിലും പലതരത്തിലുള്ള കറക്ഷൻ ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, അടുക്കളയിൽ നിന്ന് നമ്മൾ ഡോറ് തുറന്ന് പെട്ടെന്ന് ഹാളിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മളൊരു സംഗതി നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് ഡയറക്റ്റ് ഹാളിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ ലിവിംഗിലേക്ക് ചെല്ലുക. ഒരു ലിവിംഗ് റൂമിൽ നിന്ന് കംപ്ലീറ്റ് ഒരു ബെഡ്റൂമിന്റെ ഇൻസൈഡിലേക്ക് നമുക്ക് ഒരു നോട്ടം ചെല്ലുക. അതുപോലെ പല കാര്യങ്ങളും, ടോയ്ലറ്റിന്റെ സ്ഥാനം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് കാലക്രമേണ ഞാൻ അവിടെ നിന്ന് പല രീതിയിൽ, അതായത് ഈ എഞ്ചിനീയേഴ്സിന്റെ അസിസ്റ്റ് ചെയ്ത് പല മനസ്സിലാക്കിയിട്ടാണ് സ്വതന്ത്രമായിട്ട് വരയ്ക്കാനായിട്ട് ഞാനത് തീരുമാനിക്കുന്നത്. അതിന് ഏകദേശം 5-6 വർഷങ്ങളോളം എടുത്തു. വരയ്ക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല രീതിയിൽ ആദ്യത്തെ വർഷം തൊട്ട് തന്നെ ഒരു 6 മാസം കഴിഞ്ഞ് എനിക്ക് വരയ്ക്കാൻ പറ്റും. എനിക്ക് നല്ലൊരു പ്ലാൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനകത്തുണ്ടാകുന്ന പല കാര്യങ്ങളും, അതായത് ഒരു വീട് നിർമ്മിച്ച് ആ പ്ലാൻ പ്രകാരം ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന്റെ യൂട്ടിലിറ്റി സംബന്ധിച്ച വിഷയങ്ങൾ നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കുറേയേറെ എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷമാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ട്, 8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ട്, 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ട്, 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ലാഭമാണ് ചിന്തിക്കുന്നത്. ഒരു വീട് പണിയുമ്പോൾ തുടക്കം തൊട്ടേ നമ്മൾ ലാഭകരമായിട്ട് ചിന്തിക്കുന്നു. അതിന്റെ ഫലങ്ങൾ ഈ ലാഭകരമായി ചെയ്ത പല ആൾക്കാർക്കും വീട് പണിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ കൺസൾട്ട് ചെയ്താൽ അവർ പറയും, ഒത്തിരി ലാഭം പിടിച്ചു പോകരുത്, നമുക്ക് ദോഷങ്ങളെ ഉണ്ടാകത്തുള്ളൂ എന്നവർ നമ്മളെ ഇങ്ങോട്ട് ഉപദേശിക്കാറുണ്ട്. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു സ്ക്വയർ ഫീറ്റിന് 1 രൂപ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 2 രൂപ എന്ന നിലയിൽ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? മാക്സിമം 4000 രൂപ അല്ലെങ്കിൽ 3000 രൂപയ്ക്ക് നമുക്ക് ഒരു 1000 അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് പ്ലാൻ വരയ്ക്കാൻ തയ്യാറാകുന്നു. ഇനി ഈവൻ സപ്പോസ് ഒരു 5000 അല്ലെങ്കിൽ ഒരു 5000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 10000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡിസൈനറെ സമീപിക്കുക. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ പറഞ്ഞതുപോലെ ഈ ചെറിയ രീതിയിൽ, അതായത് ഈ സ്ക്വയർ ഫീറ്റിന് 1.5, 2 എന്ന് പറയുന്ന സംവിധാനം എന്നുള്ളത് ഇതിലേക്ക് ഇറങ്ങുന്ന, ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്. അവർ ഏതെങ്കിലും ഓഫീസിലെ സ്റ്റാഫുകളായിരിക്കും, അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്കും വരയ്ക്കാൻ സാധിക്കും. കാരണം ഓട്ടോക്യാഡ് അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയറിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വരയ്ക്കാൻ സാധിക്കും. അപ്പൊ അവരുടെ ഒരു അത്രയും നാളത്തെ അല്ലെങ്കിൽ ആ ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വരയ്ക്കുന്നു. അതിന് അവർക്ക് തുച്ഛമായ ഫണ്ട് കിട്ടിയാൽ മതി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അവർക്ക് തുച്ഛമായ പൈസ കിട്ടുകയാണെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഓടിക്കും. പക്ഷെ അത് മേടിക്കുന്ന ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫിലെ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ മൊത്തം സമ്പാദ്യവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വീടാണ് അയാൾ പണിയുന്നത്. അപ്പൊ ആ സമയത്ത് അയാൾക്ക് അതിനകത്ത് കയറി താമസിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതലും ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ പലതരത്തിൽ, ഈ മുറി ഇങ്ങനെ ശരിയായില്ല, അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കയറുന്നത് ഇങ്ങനെ ശരിയായില്ല, അടുക്കളയിൽ നിന്ന് ഡയറക്റ്റ് ഹാളിലേക്കാണ് വരുന്നത്, അത്യാവശ്യം വീട്ടിൽ ഗസ്റ്റുകൾ വരുന്ന സമയത്ത് പ്രൈവസി ഇല്ല, ബെഡ്റൂമിൽ പ്രൈവസി ഇല്ല, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സിനെയും കൊണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വരപ്പിക്കാത്തതിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നീട് ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിലൊക്കെ തന്നെ ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് 1.5-2 രൂപ സ്ക്വയർ ഫീറ്റിനൊക്കെ മേടിക്കുന്ന സമയത്ത് അവർക്ക് വർക്കില്ലാതെ വന്നൊരു പേടി വരും. അപ്പോൾ എന്ത് ചെയ്യും? അവരും ഈ പറഞ്ഞ പോലെ കസ്റ്റമർ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വർഷങ്ങളായിട്ട് വരച്ചു വെച്ചിരിക്കുന്ന പ്ലാൻ എടുത്തിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മെഷർമെന്റ് എടുക്കും. അതായത് നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പോൾ 5 സെന്റ് സ്ഥലമാണ്, 10 സെന്റ് സ്ഥലമാണ്, അല്ലെങ്കിൽ അതിന്റെ മുകളിലായിക്കോട്ടെ, അതിന്റെ മെഷർമെന്റ് എടുത്തതിന് ശേഷം അതിനകത്ത് എവിടെയാണ് വീട് വരുന്നത് നോക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു പ്ലാൻ, പഴയ ഏതെങ്കിലും ഒരു പ്ലാൻ തട്ടിയെടുത്തുകൊണ്ട് ചെറിയൊരു എഡിറ്റിംഗ് നടത്തി 1/4 മണിക്കൂറോ 1 മണിക്കൂറോ സാധനം റെഡിയാക്കുന്നു, അവർ ഫീസും മേടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴും കറക്റ്റ് നല്ലൊരു നമ്മുടെ മനസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിലുള്ള പ്ലാൻ അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ടത്, നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡിസൈനറെ സമീപിക്കുക. അതിനുശേഷം അദ്ദേഹം വെച്ചിരിക്കുന്ന 1-2 വീടുകൾ നമ്മൾ ഡയറക്റ്റ് കാണുക. അതിനകത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 3 കേസ് കിട്ടി ഞാൻ പറഞ്ഞു, അത് അതിനെ കൂടെ മീഗിൾ ചെയ്യിച്ചുകൊണ്ട് നല്ലൊരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ ഈ പ്ലാൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, നമുക്ക് ഇത്ര രൂപയുടെ ലോൺ എടുക്കാൻ സാധിക്കും, ഇത്ര രൂപയുടെ നമുക്ക് അല്ലാതെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്ലാൻ തയ്യാറാക്കാൻ. പൂർണ്ണമായിട്ടും ക്യാഷ് കണ്ടെത്തിയതിനു ശേഷം അല്ലെങ്കിൽ ക്യാഷിനുള്ള
നമുക്ക് പുറകാല ക്യാഷ് കിട്ടും, പക്ഷെ അത് 100% ഉറപ്പാണ് എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രം വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. പലർക്കും ഇവിടെ സംഭവിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള ആളിന്റെ വീടിന്റെ പ്ലാൻ നോക്കും, അല്ലെങ്കിൽ അതിന്റെ വലുപ്പം നോക്കിക്കൊണ്ട് ഒന്നും ചിന്തിക്കത്തില്ല. വലിയൊരു കിടിലൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്ലാൻ തയ്യാറാക്കുന്നു, അതിനകത്ത് കൃത്യമായി ഇന്റീരിയർ തയ്യാറാക്കുന്നു, അതിന്റെ ഫുള്ള്, അതായത് അതിന്റെ ഔട്ട്സൈഡ് ഫ്രണ്ട് എലിവേഷൻ, അതുപോലെ തന്നെ അതിന്റെ ഔട്ട്സൈഡ് വരുന്ന ഡിസൈൻ ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു, ഇന്റീരിയർ അതിലും നല്ല കോസ്റ്റ്ലി ആയിട്ടാകുന്നു. ഇതെല്ലാം കൂടി ഡിസൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് തീർക്കാൻ ആക്ച്വലി ഈ കൃഷിയുടെ ഫണ്ട് കാണത്തില്ല. ഇത് തുടങ്ങുന്നു, പലരും ഇതിടയ്ക്ക് വെച്ച് പകുതിക്ക് വെച്ച് നിർത്തുന്നു. ചിലർ കടമെല്ലാം അവിടെ മേടിച്ച് ഈ കയ്യിലുള്ള കാശും കഴിഞ്ഞ് പലയിടത്തു നിന്നും കടം മേടിച്ച് ഈ വീട് പൂർത്തീകരിക്കുന്നു. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അവർക്ക് അതിനകത്ത് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവർക്ക് പലതരത്തിലുള്ള ടെൻഷൻസ് ഉണ്ടാകുന്നു. ഇന്നൊരു 1-2 വർഷത്തിനുള്ളിലായിട്ട് വീട് വിൽപ്പനയ്ക്ക് എന്നൊരു ബോർഡും കൊടുത്ത് ഈ സംഗതി മറിച്ചതിന് ശേഷം എന്ത് പറ്റി, ഈ കടങ്ങൾ മൊത്തം ഇവർ തീർക്കാൻ വേണ്ടി ഇതിൻ്റെല്ലാം പലിശയുണ്ട്. അപ്പോൾ ഈ വീട് വിറ്റതിന്റെ കാശിനകത്ത് കുറേയേറെ പൈസ പലിശയും പോയിട്ട് എവിടെയെങ്കിലും ചെറിയൊരു പ്ലോട്ടിൽ ചെറിയൊരു പഴയ വീട് സ്ഥലവുമായിട്ട് പോയി മേടിച്ച് അതിനകത്ത് ഒരു മെയിൻ്റനൻസ് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു വാസ്തുവും നോക്കാതെ ഉള്ള സാധനം തട്ടിക്കൂട്ടി താമസിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പം നമ്മളിൽ ഒരു 25 ലക്ഷം രൂപ ഉണ്ട്, നമുക്കൊരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപ നമുക്ക് ചുറ്റുപാടും സംഘടിപ്പിക്കാൻ സാധിക്കും. അത് 100% ഉറപ്പാണ്. എങ്കിൽ മാത്രം നമ്മൾ ആ ഒരു ബഡ്ജറ്റൂടെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈന് വേണ്ടി നമ്മൾ പോകുക. ഇനി നമ്മുടെ അതിനുള്ള ഫണ്ട് ഇല്ല, അത് നമ്മൾ ഒന്നും ചിന്തിച്ചിട്ടില്ല, അത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. ചിലർ പറയും വീട് പണിയാണ്, നടക്കേണ്ട സമയത്ത് നടക്കും, അതെങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ പലയിടത്തും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ കടം ചോദിച്ചാൽ എല്ലായിടത്തും കിട്ടും, വീട് പലിശയ്ക്ക് കടം കിട്ടും, പല രീതിയിൽ കടം കിട്ടും. പക്ഷെ ഇത് മേടിച്ച് നമ്മൾ നിർമ്മിച്ചതിന് ശേഷം 1 വർഷം 2 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് കൊടുക്കുന്ന സമ്പ്രദായത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു നല്ലൊരു പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് നോക്കി ഈ ഡിസൈനറോട് സംസാരിച്ച് ഡിസൈൻ ചെയ്യുക. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ വാസ്തുപ്രകാരമുള്ള നമ്മുടെ ഒരു മാനസിക നില ചിന്തിച്ചതിന് ശേഷം നമ്മൾ ആ രീതിയിൽ വാസ്തുവിനെ കൂടെ മിങ്കിൾ ചെയ്യിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ വിശ്വാസം ആ റൂളിനെ കൂടെ നമ്മൾ മിങ്കിൾ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു പ്ലാൻ തയ്യാറാക്കുക. ഈ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അതായത് എക്സ്പീരിയൻസ് മാത്രം പോരാ, അദ്ദേഹം ചെയ്ത 2-3 വീടിന്റെ ഡിസൈനൂടെ നമ്മൾ ഏകദേശം നോക്കി മനസ്സിലാക്കുക. ഇപ്പൊ ചെയ്യുന്ന പല ഡിസൈനേഴ്സും അവർ ചെയ്ത പല വർക്കുകളും സോഷ്യൽ മീഡിയ വഴി ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി എങ്ങനെയാണ് അവിടുത്തെ ഡിസൈൻ അറേഞ്ച്മെന്റ്സ് ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ പ്ലാൻ തയ്യാറാക്കിക്കുക. ഇനി ഒരു 10 years പ്ലസ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ലൈവായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, അവരെ സംബന്ധിച്ച് നമ്മൾ അവർ ചെയ്ത വീട് കാണാൻ പോയില്ലെങ്കിൽ പോലും അവരുടെ ഡിസൈൻ ഓട്ടോമാറ്റിക്കായിട്ട് ഭംഗിയായിരിക്കും. കാരണം അവർ ചെയ്ത് എക്സ്പീരിയൻസ് ആയി പിന്നെയും ചെയ്ത് ആദ്യം ഒരു വീട് ചെയ്യുന്നു, അതിനകത്ത് കറക്ഷൻ കാണുന്നു, അത് മനസ്സിലാക്കി അവർ ചെയ്യുന്നു, അങ്ങനെ അവർ ചെയ്ത് ഏകദേശം ഒരു 10+ yearsന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഡ്രോയിങ് തന്നെ നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ നമ്മുടെ അഭിരുചികൾ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെ സംഗതികളാണ്, അതെല്ലാം നമ്മൾ ആ ഡിസൈനറോട് പറയുക. അത് ഒരു വട്ടം പറഞ്ഞു, അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ചിലപ്പോൾ എനിക്ക് 1-2 ദിവസം കൊണ്ട് തരണം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ സമയം കൊടുക്കുക. ധൃതി വെച്ച് നമ്മൾ വരപ്പിക്കാതിരിക്കുക. നമുക്ക് പെട്ടെന്ന് വേണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ധൃതി വെപ്പിച്ച് നമ്മൾ വരപ്പിക്കാതിരിക്കുക. നമുക്ക് ആദ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുക. അത് പറഞ്ഞ ശേഷം അതേപോലെ ഔട്ട്ലൈൻ നമുക്ക് ഉണ്ടാക്കി തരും. ആ ഔട്ട്ലൈൻ നമ്മൾ നോക്കുക, നമ്മുടെ വീട്ടിലെ ഫാമിലിയെ കൂടെ കാണിക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ നമ്മൾ നോക്കുക. അതിനുശേഷം പിന്നെയും നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന ആ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് കൂടെ നമ്മൾ അദ്ദേഹത്തോട് പറയുക. അതിനുശേഷം നമ്മൾ മാറ്റം വരുത്തുന്നു. പിന്നെയും വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ അദ്ദേഹത്തോട് പറയാം, ഒരു ചേഞ്ച് കൂടെ ഞങ്ങൾക്ക് വരുത്തണം എന്ന് പറയാം. അങ്ങനെ ആ ചേഞ്ച് കൂടെ വരുത്തി നമുക്ക് നല്ലൊരു പ്ലാൻ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അഭിരുചി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ചേഞ്ചസ് വരുത്തുമ്പോൾ നമ്മൾ 1-2-3 ദിവസം കൊണ്ട് പറയുമ്പോൾ ആ ചേഞ്ചസ് വരുത്താൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അതിനോട് സഫർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഡിസൈനർ കൂടി ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പ്ലാൻ മാത്രമേ ഞാൻ വരയ്ക്കുകയുള്ളൂ, ഇനി അതിന് മാറ്റാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നതോട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അഭിരുചി നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റാതെ വരും. പിന്നെ നമ്മളത് പണിയുന്ന ശേഷം നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നമ്മളുമായിട്ട് സഹകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സഫർ ചെയ്യുന്ന നല്ല രീതിയിലുള്ള ഡിസൈനറെ കണ്ടെത്തുക. അതിനുശേഷം വാസ്തുവിന്റെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഡ്രോയിങ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യങ്ങൾ വളരെ ചെറിയ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ചെറിയ വാക്കുകൾ കൂടിയാണ് പറഞ്ഞത്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വിശദീകരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ കൃത്യമായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. തിരക്കുകൾക്കിടയിലാണെങ്കിലും ഞാൻ അതിനിടയ്ക്ക് സമയം കണ്ടെത്തി ഇതിനൊക്കെ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.